രേണു സുധിയെ അക്ബർ ഖാൻ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ചതിൽ വിമർശനം കടക്കുകയാണ്. ഒരു ടാസ്കിനിടെയായിരുന്നു അക്ബറിന്റെ ഈ ഒരു പരാമർശം. വീട്ടുകാരിൽ നിന്ന് ഇഷ്ടമില്ലാത്ത വ്യക്തിയെയും ഇഷ്ടമുള്ള വ്യക്തിയെയും തിരഞ്ഞെടുത്ത് അവർക്ക് ഇരട്ട പേരും ഓമന പേരും നൽകണം എന്നതായിരുന്നു ടാസ്ക്. അവസാനം ഏത് മത്സരാർത്ഥിക്കാണോ ഏറ്റവും കൂടുതൽ ഇരട്ട പേരുകൾ ലഭിക്കുന്നത് ആ വ്യക്തി തനിക്ക് കിട്ടിയ പേരുകളിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കണം. പലരും പല പേരുകളും പറഞ്ഞു. അതിനിടയിലാണ് അക്ബർ ഖാൻ രേണുവിനെതിരെ രംഗത്തെത്തിയത്. എനിക്കവിടെ കുറെ ടോക്സിക് കാര്യങ്ങൾ രേണുവിൻ ഫീൽ ചെയ്തു. മനുഷ്യന്റെ ശരീരത്തിലൊക്കെ ഉള്ള വേസ്റ്റുകൾ കളയുന്നത് അവിടെയല്ലേ, അതുകൊണ്ട് ഈ പേര് കൊടുക്കുന്നു എന്നായിരുന്നു അക്ബർ പറഞ്ഞതും. എന്നാൽ തന്നെ അത്തരത്തിൽ വിളിച്ചതിനെതിരെ രേണുവും വലിയൊരു വിഷമം പ്രകടിപ്പിച്ചു. സ്ത്രീത്വത്തെ തന്നെ അപമാനിക്കുന്നതാണ് അക്ബറിന്റെ പ്രതികരണം എന്നാണ് രേണു പ്രതികരിച്ചത്. അതേസമയം സോഷ്യൽ മീഡിയയിൽ നിറയെ വിഷയത്തിൽ കടുത്ത അമർഷം രേഖപ്പെടുത്തുന്നുണ്ട്. അവതാരകനായ മോഹൻലാൽ ഇത് ചോദ്യം ചെയ്യണമെന്നാണ് പലരും കുറിച്ചത്. പേരുടെ കമന്റുകൾ ഇങ്ങനെ: അപ്പൻ ഉപേക്ഷിച്ച, അപ്പൻ മരിച്ച എത്രയോ കുഞ്ഞുങ്ങൾ, അവരുടെ അമ്മമാർ, അവരുടെ ഒക്കെ ശബ്ദമാകാനാണ് ഞാൻ വന്നത്. എന്നെ പലതും പുറത്തു നിന്ന് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു വിധവയാണ്, സിംഗിൾ മദർ ആണ്. ഒന്ന് ഒരുങ്ങി നടന്നാൽ മോശം സ്വഭാവമായി പല അസഭ്യങ്ങളും എന്നെ വിളിച്ചിട്ടുണ്ട്. പക്ഷെ ആദ്യമായാണ് സെപ്റ്റിക് ടാങ്ക് എന്ന് എന്നെ ഒരാൾ പറയുന്നത്. സെപ്റ്റിക് ടാങ്ക് എന്നാൽ ഏതോ മനുഷ്യ വിസർജ്യം കൊണ്ടുവരുന്നത് ഒരു സ്ത്രീത്വത്തെ അവഹേളിക്കുന്നതാണ്. ഞാൻ എന്ന സ്ത്രീ ഉരുകിപ്പോയി. രേണുവിന്റെ വാക്കുകളായിരുന്നു ഇതൊക്കെ. അക്ബർ രേണുവിനെ സെപ്റ്റിക് ടാങ്കിനോട് ഉപമിച്ചത് അങ്ങേയറ്റം അപലനീയമായി പോയി. വീക്കെൻഡ് എപ്പിസോഡിൽ അക്ബറിനെ കൊണ്ട് പൊതു സദസ്സിൽ വെച്ച് മാപ്പ് പറയിക്കണം. സെപ്റ്റിക് ടാങ്ക് അക്ബർ ഖാൻ അവന്റെ നിലവാരം കാണിച്ചു. കഷ്ടം തന്നെ. വ്യക്തിഹത്യയുടെ മാക്സിമം ആണിത്. ലാലേട്ടൻ ചോദിക്കും, വാണിംഗ് കൊടുക്കും, ഉറപ്പാണ്. ഒരാളെ ഇത്രയും വൃത്തികെട്ട പേര് വിളിക്കുന്നതാണോ അഭിപ്രായ സ്വാതന്ത്ര്യം? അഹങ്കാരത്തിന്റെ ശബ്ദമാണ് അക്ബർ ഖാൻ ഉയർത്തിയത്. അതുകൊണ്ട് തന്നെ രേണുവിന്റെ സപ്പോർട്ടും കൂടിയിട്ടുണ്ട്. ഇതിലും വലിയ വിളികൾ കേട്ടിട്ടാണ് രേണു പോയത്. എന്നാൽ തന്നെയും ഇത്രയും വലിയ പ്ലാറ്റ്ഫോമിൽ ഒരാളെ ഇങ്ങനെ വിളിച്ചത് ഒട്ടും ഉചിതമല്ല. ഇതും അതിജീവിക്കാൻ രേണുവിന് കഴിയും എന്നായിരുന്നു മറ്റൊരാളുടെ കമന്റ്. സീസൺ 7 ലാലേട്ടൻ ഏറിൽ കയറ്റുന്ന ആദ്യത്തെ വ്യക്തി എന്ന ബഹുമതി മിക്കവാറും അക്ബർ ഖാൻ തന്നെ കൊണ്ടുപോകും. ഓമന പേര് വിളിക്കാൻ പറഞ്ഞതിന് സെപ്റ്റിക് ടാങ്ക് എന്നൊക്കെയാണോ ഒരാളെ വിളിക്കുന്നത്? ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, ഈ സെപ്റ്റിക് ടാങ്ക് വിളി കൊണ്ട് രേണുവിന് തന്നെയാണ് നേട്ടം. ഇതിന്റെ പേരിൽ പുറത്ത് പ്രേക്ഷക സപ്പോർട്ട് കൂടുകയുള്ളൂ. വേറൊരാളുടെ കമന്റ് ഇങ്ങനെയായിരുന്നു: എന്നാൽ രേണു സുധി വുമൺ കാർഡ് ഇറക്കുകയാണ് എന്നാണ് ചിലരുടെയും വിമർശനം. ഇത്തരത്തിലുള്ള കമന്റുകളാണ് ഇനി വായിക്കാൻ പോകുന്നത്. രേണു സുധിയെ അവിടെ മഷിയിട്ട് നോക്കേണ്ട അവസ്ഥയായിരുന്നു ഇന്ന് വരെ. അപ്പോഴാണ് BB ഇൻഡിവിജ്വൽ ടാസ്ക് കൊടുത്തത്. അത് ഗ്രൂപ്പ് പിടിച്ചുള്ള കണ്ടന്റ് ഒഴിവാക്കി ആൾക്കാർ ആക്റ്റീവ് ആക്കാനാണ്. എനിക്ക് മനസ്സിലാവാത്തത് അവിടെ അപ്പി എന്ന പേര് കിട്ടിയത് അനീഷിന് കൊടുക്കാത്ത എന്ത് പരിഗണനയാണ് രേണുവിന്? കൂടാതെ ഇതൊരു ടാസ്ക് ആയിട്ട് എടുക്കാതെ പുറത്ത് ഇതിലും എത്രയോ മോശം വഴികൾ കേട്ട രേണു വുമൺ കാർഡ് ഇറക്കുന്നു. ചിലപ്പോൾ അതാവും അവരുടെ കളി. എന്തായാലും സെന്റിയും കാർഡും ഇറക്കാതെ രേണുവിന് പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് രണ്ടാമത്തെ തവണയും തെളിയിച്ചു. ഓൺലൈൻ വഴി ഒരുപാട് ഷോർട്ട് ഫിലിമും ആൽബങ്ങളും കിട്ടുന്ന രേണു BBയിൽ പ്ലേ ചെയ്ത് പിടിച്ചു നിൽക്കാൻ കുറച്ച് പാടുപെടും എന്നായിരുന്നു മറ്റൊരാളുടെ കമന്റിൽ പറഞ്ഞിരുന്നത്.